ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഡേ മൈ ലൈഫ് ആയാലോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയൊരു ദിവസം. രാവിലെ വന്നൊരു 5:30 5:45 എണീക്കും. ചിലപ്പോൾ മടിയായ കാരണം അവിടെ തന്നെ കിടക്കും. ഗോൾഗറ്റും ബ്രഷ് എടുക്കാൻ നേരെ പോയി പല്ലേക്കുക. പല്ലെന്തൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഈ കോലത്തെ ഹോട്ടലിൽ പോയി ശരിയാവില്ല. ഈ കോലൊന്നും മാറാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോയിന്ന്. ഇല്ല ഗൈസ്, പിന്നെ അവിടെ തന്നെ എണീറ്റ് കിടന്ന് 8:15 8:30 ആകുമ്പോൾ വീണ്ടും ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്നും കട്ടാണ്. ഡ്യൂട്ടി കയറാനായിട്ട് ഷേവ് ചെയ്യണം. ഡെയിലി ഷേവ് ചെയ്തില്ല ഞാൻ അതിനുള്ളിൽ കയറ്റില്ല. രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇപ്പോൾ 10:30 ചായ ഉണ്ട്, അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കുക പിന്നെ ഇവിടെ തന്നെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാണ്ടാവും, മരുന്ന് എഡിറ്റ് ചെയ്യും. ആകെ ഒരു പ്രശ്നം, വർത്തമാനം പറയാനും കമ്പനി അടിക്കാൻ ആളില്ല. A few moments later. ഇപ്പോൾ ലഞ്ച് ടൈം ഇതാ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന 2 ടീം. ലഞ്ച് കഴിഞ്ഞ് പിന്നെയും വന്നിരിക്കും. പിന്നെ ഗൂഗിളിൽ എന്തെങ്കിലും അടുത്ത മാസം എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്ന് സെർച്ച് ചെയ്യുക, അതിനെ പറ്റി പഠിക്കുക. അപ്പോഴാണ് ഇവിടുത്തെ 2 സ്റ്റാഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ശല്യപ്പെടുത്താൻ വേണ്ടി പോയി. യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോഴാണ് 4 മണിയായത്. 4 മണിക്ക് പിന്നെ പ്രത്യേകിച്ച് റെഡി ചെയ്യാം. ടീ ബ്രേക്കാണ്. ആ ടൈമിൽ നേരെ നമ്മൾ ടീ കുടിക്കൽ മസ്റ്റാണ്. നേരെ നമ്മൾ കമ്പ്യൂട്ടർ ഓഫാക്കി നേരെ നമ്മൾ ടീ ബ്രേക്കിന് പോയി. One eternity later. എന്നിട്ട് എവിടെയാണ് ഇവിടെ നിന്നാൽ പിന്നെ ഊക്കി വിടും. എനിക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ ഹിന്ദി അറിയില്ല. കുറച്ചറിയാം, പിടിച്ചിരിക്കാൻ പറ്റും, പക്ഷെ പിന്നെ ഒരു ഊക്കി വിടും. അതുകൊണ്ട് നമുക്ക് ഈ ടൈം ആകുമ്പോഴും ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പം നമുക്ക് ഇനി ഒന്നും കൂടി തുറന്നെടുക്കാം. അങ്ങനെ രാത്രി വർക്കത്തായി ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന എക്യുപ്മെൻസ് ഉണ്ട്. ഇത് നിർബന്ധമാണ്, ഇതില്ലാതെ നടക്കൂല. ഇനി നേരെ ഫുഡ് കഴിക്കുക, പോവാം. ഗൈസ്, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അടുത്ത ഫോട്ടോസ് ഉണ്ട്. ഗൈസ് വാ ഏതാ ഇന്ന് നേരത്തെ ഇറങ്ങിട്ടോ. സാധാരണ നേരത്തെ ഇറങ്ങി, ഇന്ന് 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നിസ്കരിക്കലും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. ഗൈസ്, ഞാൻ നിസ്കരിക്കലുണ്ട്. ഞാൻ റെസ്റ്റ് റൂമിൽ നിന്ന് നിസ്കരിക്കും. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. പിന്നെ നിസ്കാരം ഒരാളെ ബോധിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ. പിന്നെ നമ്മൾ റൂമൊക്കെ എത്തിയ ഉടനെ കഴിഞ്ഞ ദിവസം അലക്കിയിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തേണ്ടി വരും. ഞാൻ പിന്നെ ഇന്നത്തെ ഡ്രസ്സ് ഇന്ന് തന്നെ അലക്കിയിടും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഓഫ് ദിവസം പണി വരില്ല. പിന്നെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ബെഡിൻ്റെ മുകളിലാണ് നമ്മളെ സീറ്റ്. നമ്മളവിടെ കയറിയിരിക്കും. പിന്നെ ഒരു 10 മണി 11 മണി വരെ ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം ഇരുന്ന് ഉപയോഗിക്കും, കുറച്ച് നേരം കിടന്ന് ഉപയോഗിക്കും. പിന്നെ ഒരു 11:45 ആകുമ്പോൾ കണ്ട് കിടക്കും. എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.